നമുക്ക് മലയാളത്തിലെ വളരെ വരിഷ്ഠ കവിയായിരുന്ന ഏറ്റവും ധ്വനിപ്രധാനമായ കവിതകൾ എഴുതിയിട്ടുള്ള, നമുക്കിന്നും ചെന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് ഇനിയും അനേകം 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 തലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ഉതകുന്ന കവിതകൾ എഴുതിയ, ഏറ്റവും വളരെ കാലം മുമ്പ് എഴുതിയെങ്കിലും ഏറ്റവും ആധുനികനായി നിൽക്കുന്ന ഇടശ്ശേരി രാമനെക്കുറിച്ച് ചില കവിതകൾ എഴുതിയിട്ടുണ്ട്. അതും രാമനെക്കുറിച്ച് നേരിട്ടല്ല എഴുതുന്നത്. രണ്ട് കവിതകളും ഹനുമാനെക്കുറിച്ചാണ്. ഒന്ന് ലവണാസുരവധത്തിലെ ഹനുമാൻ എന്ന് പറയുന്ന കവിത, രണ്ടാമത്തേത് തുഞ്ചൻ പറമ്പിലെ ഹനുമൽ സേവ തുഞ്ചൻ പറമ്പിൽ എന്ന കവിത. രണ്ട് കവിതകൾ. ലവണാസുരവധത്തിലെ ഹനുമാൻ എന്ന കവിതയിലാണ് രാമനെക്കുറിച്ച് നേരിട്ട് പരാമർശമുള്ളത്. ലവണാസുരവധം എന്ന കഥകളി കണ്ട ശേഷമാണ് അദ്ദേഹത്തിന് ആ പ്രചോദനം ഉണ്ടാകുന്നത്. ലവണാസുരവധം കഥകളി കാണുമ്പോൾ അതിൽ ഹനുമാനും ലവകുശന്മാരും തമ്മിലുള്ള കൂടിക്കാഴ്ചയൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം കൊണ്ട് നമ്മൾ നന്നായിട്ട് കഥകളി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ആളുകൾക്ക് കണ്ണുകൾ ഈറനണിഞ്ഞല്ലാതെ അത് കാണാൻ സാധ്യമല്ല. ഹനുമാൻ്റെ വാത്സല്യം, ആ കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം, സീതയോടുള്ള ഭക്തി, സുഖമോ ദേവി സാമ്പ്രതം എന്ന പ്രസിദ്ധമായ പദമൊക്കെ അതിനകത്തുള്ളതാണ്. നമ്മൾ ചലച്ചിത്രഗാനത്തിൽ കേട്ടിട്ടുണ്ട് സുഖമോ ദേവി എന്ന്. അത് ONV സാർ എടുക്കുന്നത് ഈ ആട്ടക്കഥയിൽ നിന്നാണ്, സുഖമോ ദേവി എന്ന്. ഹനുമാൻ സീതാദേവിയോട് ചോദിക്കുന്നതാണ് സുഖമാണോ ദേവിക്ക് എന്ന് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ. അതിൽ ഈ കുട്ടികൾ രാമനെക്കുറിച്ച് പറയുന്ന ആ ഒരു ഭാഗം പറയുന്നുണ്ട്. അതിലാദ്യം ഹനുമാൻ കാണുമ്പോൾ, ഈ വനം കാണുമ്പോൾ ഹനുമാൻ വിചാരിക്കുന്നത് ശ്യാമളം വനം രാമചന്ദ്രൻ്റെ കോമള തനു തന്നെയോ എന്നാണ്. ഈ വനം ഞാൻ കാണുമ്പോൾ ഈ വനമാകെ ശ്രീരാമചന്ദ്രൻ്റെ കോമളമായ ശരീരം തന്നെയോ എന്നാണ് ചിന്തിക്കുന്നത്. തൊട്ടു പിന്നാലെ കുട്ടികൾ രാമനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് പറയുന്ന ഭാഗത്താണ് ശരിക്കും ഈ വാൽമീകി രാമായണത്തിൻ്റെ സ്വാധീനം അത് ഇടശ്ശേരിയിൽ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ പറയും, രാമനെ സദാ രാമനെ പുണ്യസോമനെ കേട്ടിട്ടുണ്ടവർ, ഭർഗചാപ പ്രഭേദി എന്നല്ല, ഭാർഗവ ജേതാവെന്നല്ല, ഭർഗചാപ പ്രഭേദി. ഭർഗചാപം എന്ന് പറഞ്ഞാൽ ശൈവചാപം. ആ ശൈവചാപം പ്രഭേദിച്ചയാൾ, അതിനെ പൊട്ടിച്ചയാൾ എന്നല്ല കേട്ടിരിക്കുന്നത് കുട്ടികൾ. ഭാർഗവ ജേതാവെന്നല്ല, പരമശുരാമനെ ജയിച്ചയാളെന്നല്ല കേട്ടിരിക്കുന്നത്. മാർഗണലീലാ മാത്രത്തിൽ രക്ഷോ മാർഗം വെന്നവൻ എന്നല്ല. ഈ യാഗരക്ഷയ്ക്കായിട്ട് പോകുമ്പോൾ അവിടെ അങ്ങനെ മാർഗം രക്ഷോ മാർഗം വെന്നു എന്നുള്ളതല്ല, രാക്ഷസന്മാരെ ജയിച്ചു എന്നതല്ല കേട്ടിരിക്കുന്നത്. രാവണാന്തകൻ എന്നല്ല, സാധു സേവനവ്രതൻ എന്നല്ല. ഈ കുട്ടികൾ കേട്ടിരിക്കുന്നത് രാമനെ രാവണാന്തകനാണെന്നല്ല കേട്ടിരിക്കുന്നത്. മാത്രമല്ല സാധു സേവകനാണ്, സന്യാസിമാരെയും പാവപ്പെട്ട മനുഷ്യരെയും സേവിക്കുന്ന ആളാണ് എന്നുമല്ല കേട്ടിരിക്കുന്നത്. പകരം പെൺകൊല ചെയ്ത പാപി എന്നത്രേ. ഈ കുഞ്ഞുങ്ങൾ രാമനെ കേട്ടിരിക്കുന്നത് പെൺകൊല ചെയ്ത പാപി എന്നത്രേ. താടകയെ കൊന്നുവല്ലോ, താടകയെ കൊന്നു, പെൺകൊല ചെയ്ത പാപി എന്നത്രേ. പൊന്മാൻ തേടിയ പൊണ്ണനും എന്നാണ് ഇടശ്ശേരി എഴുതുന്നത്. പൊന്മാനിനെ തേടിപ്പോയ ഒരു മണ്ടനായിട്ടും ഒരു വിഡ്ഢിയായിട്ടും പെണ്ണിനെ കൊന്ന ഒരു മനുഷ്യനായിട്ടുമൊക്കെയാണ് രാമനെ കാണുന്നത്. വാനരത്തെ ഒളിവേട്ടയാടും കാനനചാരി എന്നുമാം. ഒരു കുരങ്ങനെ ഒളിച്ചു കൊന്ന, വാനരത്തെ ഒളിവേട്ട ചെയ്ത കാനനചാരി, അങ്ങനെ വനത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ എന്നാണ് ഈ കുട്ടികൾ കേട്ടിരിക്കുന്നത്. കേൾക്കുന്നത് ആരാ? വെറുതെ ഉള്ള കുട്ടികളല്ല, ലവകുശന്മാരെന്ന രാമൻ്റെ മക്കളാണ് രാമനെക്കുറിച്ച് അങ്ങനെ കേട്ടിരിക്കുന്നത്. രാമനെക്കുറിച്ച് കേൾക്കേണ്ടിയിരുന്നത് ഭർഗചാപം ഭേദിച്ചയാൾ, ശൈവചാപം ഭേദിച്ചയാൾ എന്ന നിലയിലാണ് മക്കൾ കേൾക്കേണ്ടിയിരുന്നത്. ഭാർഗവരാമനെ ജയിച്ചു എന്നാണ് മക്കൾ കേൾക്കേണ്ടിയിരുന്നത്. ഈ എന്താണ്, രാജ്യത്തെ സാധുജനങ്ങളെ രക്ഷിച്ചു എന്നും രാക്ഷസന്മാരെ പരാജയപ്പെടുത്തി എന്നുമാണ് കേൾക്കേണ്ടിയിരുന്നത്. പകരം ഈ കുട്ടികൾ എങ്ങനെയാണ് കേട്ടിരിക്കുന്നത്? ഈ കുട്ടികൾ കേട്ടിരിക്കുന്നു ഈ പെൺകൊല ചെയ്ത പാപി എന്ന് കേട്ടിരിക്കുന്നു. പിന്നെന്താ, പൊന്മാൻ തേടിയ പൊണ്ണനാണെന്ന് കേട്ടിരിക്കുന്നു, പൊന്മാനിൻ്റെ പിന്നാലെ പോയ വിഡ്ഢിയാണെന്ന് കേട്ടിരിക്കുന്നു. വാനരത്തെ ഒളിവേട്ടയാടും കാനനചാരി എന്ന് കേട്ടിരിക്കുന്നു. എന്നിട്ട് ഹനുമാൻ പറയുന്നു, ശാന്തം പാപം, ഈ ഭ്രാന്തന്മാരിനി എന്തു തന്നെ പറഞ്ഞേക്കാമെന്ന്. കുട്ടികളെക്കുറിച്ച് ഹനുമാൻ പറയുന്നു, ശാന്തം പാപം, ഈ പാപം ശമിക്കട്ടെ, ഈ പാപം ശാന്തമായി പോകട്ടെ, ഈ പറയുന്ന പാപം ശാന്തമായി പോകട്ടെ. ഈ കുട്ടികൾ ഭ്രാന്തന്മാരായി പോയിരിക്കുന്നു. എൻ്റെ ശ്രീരാമസ്വാമിയെക്കുറിച്ച് ഇനി ഇവരെന്തൊക്കെയാണ് പറയുക എന്ന് ഇടശ്ശേരി പറയുന്നു. ഇതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഈ രാമവിമർശനത്തെ നമ്മൾ കാണാതെ പോകരുത്. അത് ഇടശ്ശേരിയുടെ കൂടി രാമവിമർശനമാണ്. തുടരുന്നുണ്ട് ഈ കവിത ഇങ്ങനെ.
കൊല്ലട്ടെ 50 രാവണരെ, വെല്ലട്ടെ ദിക്കൊരു വീക്ഷണത്താൽ, ചെയ്യട്ടെ 100 അശ്വമേധം, ഈ ഓമൽ കൊച്ചു കുമാരന്മാരെ മെയ്യോട് ചേർക്കാത്തൊരാളെ ആർക്കും വയ്യൊരു ഭാഗ്യവാൻ എന്നൊരപ്പാൻ എന്നും ഹനുമാൻ തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ ഇനി രാവണന്മാരെ ഒരാളെ അല്ല 50 രാവണന്മാരെ കൊല്ലട്ടെ, ദിക്കുകൾ ഒരു വീക്ഷണം കൊണ്ട്, ഒരു നോട്ടം കൊണ്ട് സകല ദിക്കും ജയിക്കട്ടെ, 100 അശ്വമേധം ചെയ്യട്ടെ, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ, സ്വന്തം മക്കളെ നെഞ്ചത്ത് ചേർക്കാത്ത, മെയ്യോട് ചേർക്കാത്ത ആളെ ഭാഗ്യവാൻ എന്ന് ഞാൻ എങ്ങനെ വിളിക്കും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ കുളിർ ചന്ദന ചാറു തട്ടി ചേർക്കുന്നു ചെങ്കനൽ മേനിയിങ്കൽ, മർമ്മം പിളർത്താലും ആത്മധർമ്മ കർമ്മപഥഭ്രംശഭീതൻ നാഥൻ എന്നാണ് ഒരു സമസ്ത പദം. കർമ്മപഥഭ്രംശഭീതൻ എന്നാണ് ശ്രീരാമനെക്കുറിച്ചുള്ള ഒരു സമസ്ത പദം. ഈ സമസ്ത പദത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇടശ്ശേരിയുടെ രാമനെക്കുറിച്ചുള്ള സകല ബോധ്യവും. കർമ്മപഥത്തിൽ നിന്ന്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് മാറിപ്പോകുമോ എന്ന ഭയം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളായിരുന്നു ശ്രീരാമൻ എന്ന് ഇടശ്ശേരി നമ്മളോട് പറയുന്നു. ശ്രീരാമൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള വലിയ വലിയ ഈ അപഖ്യാതികളായി പിന്നീട് പ്രചരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് ഈ ഒരൊറ്റ സമസ്ത പദത്തിൽ നമുക്ക് പറയാം, കർമ്മപഥ ഭ്രംശ ഭീരു എന്ന് പറയാം. കർമ്മപഥത്തിൽ നിന്ന് ഭ്രംശം വരും എന്ന് ഭയക്കുന്നയാൾ എന്ന് നമുക്ക് പറയാം. ആ തരത്തിൽ രാമൻ്റെ ഈ തരത്തിലാണ് രാമനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ ഹനുമാൻ പശ്ചാത്താപ വിവശനാവുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഹാ ഹതമൻ ജിഹ്വാ ഖഡ്ഗമേ നീ, ആപതിക്കുന്നു വ്രണത്തിൽ വീണ്ടും എന്ന് പറയുന്നു അദ്ദേഹം. എൻ്റെ ഈ നാവ് മുറിഞ്ഞു പോയിട്ട്, എൻ്റെ ഇതെല്ലാം കേട്ടിട്ട് എൻ്റെ നാവ് മുറിഞ്ഞു പോകുന്നു. ആ നാവ് മുറിഞ്ഞിട്ട് അത് വീണ്ടും വ്രണത്തിലേക്കാണ് വീഴുന്നത്. അതിൻ്റെ നീറ്റൽ സാന്ത്വനമല്ലിപ്പോൾ ചെയ്തു ഞാൻ തൽ സ്വാന്ത നിർഭേദനമായിരുന്നു. ഞാൻ എന്നെ തന്നെ പിളർന്നു പോകുന്ന തരത്തിലാണ് ഞാൻ ചെയ്തത്, എനിക്കിതിൽ ഒരു സാന്ത്വനവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ തരത്തിലാണ് ഇടശ്ശേരി ശ്രീരാമനെ കണ്ടത്, വാൽമീകിയെ കണ്ടത്, രാമായണത്തെ കണ്ടത് എന്ന് നമുക്ക് ഓർക്കണം. നമ്മൾ ഈ രാമായണത്തെക്കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിലൊന്നും ഇത്തരം കവികൾ നമ്മളുടെ രാമായണത്തെക്കുറിച്ച് എന്ത് ചിന്തിച്ചു എന്ന് ഓർക്കാറില്ല എന്നും ഈ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട്. നമുക്ക് ബാലാമണിയമ്മ എന്ന കവി രാമായണത്തെയും രാമനെയും എങ്ങനെ കണ്ടു എന്ന് നമുക്ക് നോക്കാം. രാമനെക്കുറിച്ച് കവിത ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, കേരളത്തിലെ പിൽക്കാല കവികൾ രാമനെക്കുറിച്ച് കവിത എഴുതിയിട്ടുള്ളവർ വളരെ ചുരുക്കമാണ് കേട്ടോ. അങ്ങനെ എഴുതിയിട്ടേ ഇല്ല എന്ന് പറയാം. അവരെല്ലാം മറ്റ് സന്ദർഭങ്ങളെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ വിഭീഷണൻ എന്ന കവിത, ബാലാമണിയമ്മയുടെ കവിതയുണ്ട് വിഭീഷണൻ. ആ കവിതയിലാണ് രാമായണ ബോധ്യങ്ങൾ അതേക്കുറിച്ച് ബാലാമണിയമ്മ പറയുന്നത്. അതിൽ രാമനെ കാണുന്നത് ഇങ്ങനെയാണ്. വിഭീഷണൻ ശത്രുപാളയത്തിലേക്ക് ചെന്ന് രാവണനിൽ നിന്ന് പിരിഞ്ഞ് നേരെ രാമനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ ബാലാമണിയമ്മ പറയുന്നു, മുറുകും ചുണ്ടും വിരിനെറ്റിയും ചെന്താരിൻ്റെ നിറവും കൃശാംഗവും ചാർത്തിയ മാന്തോലുമായി ഓരുന്നേ നിന്നും പുലർകാന്തി പാളുമാ കൺകൾ പോരുമേ നേരാം വഴി കാട്ടുവാൻ അവയാർക്കും എന്ന് വിഭീഷണൻ്റെ കാഴ്ച. വിഭീഷണൻ കാണുമ്പോൾ മുറുകും ചുണ്ടിങ്ങനെ മുറുക്കെന്ന് പറഞ്ഞാൽ വെറ്റമുറുക്കല്ല കേട്ടോ, ചുണ്ടിങ്ങനെ അടച്ചു വെച്ചു എന്നാണ്. മുറുകും ചുണ്ടും, വിരി നെറ്റിയും, വളരെ വീതി കൂടിയ നെറ്റിയും, ചെന്താരിൻ്റെ നിറവും, ചുവന്ന താമരപ്പൂവിൻ്റെ നിറവും, ചുവന്ന പൂവിൻ്റെ നിറവും, കൃശാംഗവും, ഒട്ടും തടിയില്ലാത്ത ആളായിരുന്നു എന്നാണ്. ചാർത്തിയ മാന്തോലുമായി, മാന്തോലുടുത്തിട്ട് ദൂരെ നിന്നും പുലർകാന്തി പാളുമാ കൺകൾ, പ്രഭാതത്തിൻ്റെ കാന്തിയുള്ള കൺകൾ, അതീവ ശാന്തമായി നോക്കുന്ന കൺകളോടുകൂടി രാമൻ ഇരിക്കുന്നു. നേർവഴി കാട്ടാൻ ആർക്കും അദ്ദേഹത്തെ സമീപിക്കാം, നേർവഴി കാണാൻ എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. എന്നിട്ട് രാമൻ എന്തിന് താൻ രാമനോടൊപ്പം ചേരുന്നു എന്നൊരു ചോദ്യമുണ്ട്. എന്തിന് താൻ രാമനോടൊപ്പം ചേരുന്നു? വിഭീഷണൻ ഭീകരനായ ഒരു ഒറ്റുകാരനായിരുന്നു, ഒരു അഞ്ചാം പത്തിയായിരുന്നു എന്ന് കുട്ടിക്കൃഷ്ണന്മാരാർ സമർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളില്ല ഇങ്ങനെയുള്ള ആളുകളെ എന്ന് പറയാൻ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അത്. പക്ഷേ ഒരു ഒറ്റുകാരൻ്റെ വേഷമല്ല തനിക്ക് എന്ന് പറയാൻ വിഭീഷണൻ രാമനെ ആധാരത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് അത് നടത്തുന്നത്. ഇങ്ങനെയാണത്: മൽക്കുലരഹസ്യങ്ങൾ, തദ്വിജയോപായങ്ങൾ, മാന്ത്രിക പ്രയോഗങ്ങൾ തോഴരെ ഗ്രഹിപ്പിച്ചേൻ. ശ്രീരാമനെ ഇതെല്ലാം ഗ്രഹിപ്പിച്ചു. അയാളുടെ കുലത്തിൻ്റെ രഹസ്യങ്ങൾ, അവിടുത്തെ മാന്ത്രിക വിദ്യകൾ, ജയിക്കാനുള്ള ഉപായങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ കാരണമായിട്ട് വിഭീഷണൻ പറയുന്നത്, ധർമ്മരക്ഷയ്ക്കേ രാമൻ വില്ലെടുക്കുന്നു, മായാ കർമ്മശക്തിയിൽ അതിന് തോൽവി പറ്റരുതല്ലോ,
രാമൻ വില്ലെടുക്കുന്നതിന് ധർമ്മശക്തി പുലർത്താൻ വേണ്ടിയിട്ടാണ്. രാവണൻ്റെ മായാശക്തി കൊണ്ടത് തോൽക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്ന് പറയുന്നു. അങ്ങനെയിരിക്കെ യുദ്ധം കഴിഞ്ഞ് സീതയുടെ വരവായി. ബാലാമണിയമ്മ എഴുതുന്നു, പ്രേമദീപ്തയായി ചാര വന്നെത്തി സീത, രാമന് തെളിഞ്ഞീല തന്മുഖം ഇരുൾ കൊണ്ടു, തീയിൽ നീ മുങ്ങി ചിത്തശുദ്ധിയെ തെളിയിക്കെന്നായി, അഹോ മർത്യാത്മാവിൻ ആഴങ്ങൾ അമേയങ്ങൾ എന്ന് വിഭീഷണൻ പറയുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് പ്രേമദീപ്തയായി സീത വന്ന് നിൽക്കുമ്പോൾ, അത് വാൽമീകിയും പറഞ്ഞിട്ടുണ്ടല്ലോ, സർവാഭരണ വിഭൂഷിതയായി വന്ന് നിൽക്കുമ്പോൾ നേത്രരോഗിക്ക് ദീപം പോലെ നിന്നെ കാണുന്നത് എനിക്ക് ദുസ്സഹമാണ് എന്ന് പറഞ്ഞു എന്ന് എഴുതുന്നുണ്ട്. ഇവിടെ ഇവരെഴുതുന്നു, അങ്ങനെ ബാലാമണിയമ്മ എഴുതുന്നു, തെളിഞ്ഞീല തന്മുഖം ഇരുൾ കൊണ്ടു, തീയിൽ നീ നിന്നെ തെളിയിച്ചിട്ട് വരൂ എന്ന് പറയുമ്പോൾ വിഭീഷണൻ ചിന്തിക്കുന്നു, മർത്യാത്മാവിൻ ആഴങ്ങൾ അമേയങ്ങൾ, തെളിയിക്കാൻ വയ്യാത്ത, അളക്കാൻ വയ്യാത്തതാണ് ഈ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ആഴം. ഇത്രയും ധാർമ്മികനായ ഒരാൾ ഇങ്ങനെ പെരുമാറിയല്ലോ എന്ന്. ഇനിയാണ് സാക്ഷാൽ വിലയിരുത്തൽ. എൻ മനസ്സിലോ മിന്നൽ പിണരുന്നപ്പോൾ പാളി, ധർമ്മവും അധർമ്മത്തെ പോലെ നിർദ്ദയമാവാം എന്നാണ്. എൻ്റെ മനസ്സിലൊരു മിന്നലുണ്ടായി, ധർമ്മം ചിലപ്പോൾ അധർമ്മത്തേക്കാൾ ദയവില്ലാത്തതായി തീരും എന്നെനിക്ക് മനസ്സിലായി എന്നാണ് ഈ സന്ദർഭത്തിൽ, സീതയുടെ ഈ ദുര്യോഗത്തിൽ എനിക്കങ്ങനെ മനസ്സിലായി എന്നാണ്. ഇത് ഒരു സാധാരണ പ്രസ്താവനയായിട്ട് നമുക്ക് കണ്ടുകൂടാ, ഒരസാധാരണ പ്രസ്താവനയാണ്. ധർമ്മവും ചില സന്ദർഭങ്ങളിൽ അധർമ്മത്തേക്കാൾ ദുർനയമായിട്ടുള്ള, ഏറ്റവും നയരഹിതമായിട്ടുള്ള വിരൂപമായ നയമായി മാറാം എന്നതിൻ്റെ ആ വിലയിരുത്തൽ നമ്മൾ ചെറുതാക്കി കണ്ടുകൂടാ. ഇത് കഴിഞ്ഞിട്ട് സീതയെ ഉപേക്ഷിച്ചത് പിന്നീട് വിഭീഷണൻ പറഞ്ഞു കേൾക്കുന്നതാണ്. ഓതിനാൾ പിന്നീടേതോ വഴി യാത്രക്കാർ, കാട്ടിൽ സീതയെ തള്ളി രാമൻ, നാട്ടുകാർ പഴിക്കയാൽ യാതനയേകി തുലോമക്കഥ, മനുഷ്യൻ്റെ നീതി നിഷ്ഠുരം നൂനം ഏതനീതിയെക്കാളും എന്നാണ്. യാതനയേകി തുലോമക്കഥ, മനുഷ്യൻ്റെ നീതി നിഷ്ഠുരം നൂനം ഏതനീതിയെക്കാളും. വിഭീഷണൻ പറഞ്ഞു കേൾക്കുന്നു, സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു എന്ന് ആരോ വഴിയാത്രക്കാർ പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു, നീതി നിഷ്ഠുരമാണ്, നീതിക്ക് ദയവില്ല, അത് ഏതനീതിയെക്കാളും ദുഷ്കരമാണ് എന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായി പറയുന്നു. എന്നിട്ടതിൻ്റെ സൂത്രവാക്യമായി ഈ നിഷ്ഠുരമായ നീതിയുടെ അസിധാര, വാൾ എങ്ങനെയാണ് സ്ത്രീയുടെ മേൽ പതിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ബാലാമണിയമ്മ അത് ഉപസംഹരിക്കുന്നത്. അതിങ്ങനെയാണ്, ഈ മനുഷ്യരിൽ ഏതൊരാളിലും കാൺമു ഞാനൻ രാമനെ, പ്രജ്ഞാർജിത സംസ്കാര പ്രതീകത്തെ, പ്രേമത്തെ ഖഡ്ഗത്തെ പോലുറയിൽ സൂക്ഷിപ്പോനെ. പ്രേമത്തെ വാള് പോലെ ഉറയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്, പുറത്തെടുത്തിട്ടില്ല കേട്ടോ. ഉറയിൽ സൂക്ഷിപ്പോനെ, പേരിനെ പാർ ചുറ്റുന്ന പേരിനെ തേടുന്നോനെ. തൻ്റെ പേരാണ് പ്രധാനം, തൻ്റെ ആഭിജാത്യം, തൻ്റെ പേര്, അതിന് കളങ്കമേൽക്കാൻ പാടില്ല എന്ന് തൻ്റെ പേരിനെ മാത്രം തേടുന്നു. ഈ മണ്ണിലെങ്ങും കേൾപ്പേൻ ധർമ്മയുദ്ധത്തിനുന്നും രാമൻ്റെ അമ്പിൻ ചീറ്റൽ. എല്ലാ സ്ഥലത്തും രാമൻ്റെ അമ്പിൻ്റെ ചീറ്റൽ അധർമ്മത്തിനെതിരെ ഞാൻ കേൾക്കുന്നു. അതെവിടെ കേൾക്കാം എന്നാണ് പറയുന്നത്. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അണുബോംബിലും കൂടി കേൾക്കുന്നു എന്നാണ്. കാലമേ പരാജിതമാമോ നിൻ പരീക്ഷണശാലയിൽ ധിഷണയും പണ്ട് ഹൃത്തിനെ പോലെ എന്നാണ്. അല്ലയോ കാലമേ, നിൻ്റെ പരീക്ഷണശാലയിൽ ഈ ധിഷണ, ഈ ജ്ഞാനത്തിന് വേണ്ടിയുള്ള അന്വേഷണം പരാജയപ്പെട്ടു പോയോ എന്ന് ചോദിച്ചാണ് ബാലാമണിയമ്മ അത് അവസാനിപ്പിക്കുന്നത്. മലയാളത്തിൽ ഒരു പക്ഷേ നമ്മളിതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല. ചിന്താവിഷ്ടയായ സീതയിൽ നിന്ന് രാമനെക്കുറിച്ച് മലയാളികൾ എന്തു പറഞ്ഞു, മലയാള കവികൾ എന്തു പറഞ്ഞു എന്ന അന്വേഷണം തെല്ലും നീങ്ങിയിരിക്കാൻ സാധ്യതയില്ല എന്ന് നമ്മൾ ഓർക്കുമ്പോഴാണ് ഈ കവികളെ നമ്മൾ വീണ്ടും ഈ രാമായണ മാസത്തിൽ നമ്മളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പ്രസക്തി മനസ്സിലാകുന്നത്. മലയാളത്തിലെ നമ്മുടെ സമകാലികരായിരുന്ന രണ്ടുപേരും മൺമറഞ്ഞു പോയി എങ്കിലും നമ്മുടെ സമകാലികരായിരുന്ന, ഇപ്പോഴും നമ്മളുടെ ഉള്ളിൽ കവിതയുടെ ഊർജം കൊണ്ട് ജീവിക്കുന്ന രണ്ട് കവികൾ ശ്രീരാമൻ്റെ അന്ത്യകാലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ട് കവികൾ. ഒന്ന് ONV കുറുപ്പ്. ONV സാറ് സരയുവിലേക്ക് എന്ന പ്രസിദ്ധമായ കവിത, ഐ സരയു കൈക്കൊള്ളുക എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ആ കവിത, രാമൻ്റെ ദേഹത്യാഗം, ജലസമാധിയിലേക്ക് പോകുന്ന ആ സന്ദർഭം ആവിഷ്കരിക്കുന്നുണ്ട്. ആ കവിതയിലുടനീളം ശോകത്തിൻ്റെ ഒരു മന്ത്രസ്ഥായി ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം. സൂര്യാന്വയം എന്ന് പറഞ്ഞാൽ സൂര്യവംശം. ആ സൂര്യാന്വയത്തിൻ്റെയും സൂര്യനായ രാമൻ്റെ ജീവിതത്തിലെ വലിയ ഒരു പതനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ തോമസ് ഹാർഡിയുടെ നോവലുകളെക്കുറിച്ച് പറയുമല്ലോ. തോമസ് ഹാർഡിയുടെ നോവലുകളിൽ
അതിലെ നായകന്മാർ ഇങ്ങനെ വളർന്ന് അതിൻ്റെ ഏറ്റവും ഉത്തുംഗത്തിലെത്തിക്കഴിയുമ്പോഴാണ് അവർക്ക് വലിയ തകർച്ച ഉണ്ടാകുന്നത്. ആ തകർച്ചയിലാണ് അതിൻ്റെ ആഘാതത്തിലാണ് നമുക്ക് മാനസിക പരിവർത്തനം വരുന്നത് എന്ന് പറയും. അതുപോലെയാണ് ഇതിഹാസ കാവ്യങ്ങളിൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആതിഥ്യകയിൽ ഏറ്റവും വലിയ ഉയരത്തിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് അവരുടെ വലിയ പതനത്തിലൂടെ നമ്മളോട് ജീവിതത്തിൻ്റെ മഹാസത്യങ്ങൾ പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് നമുക്കതിൻ്റെ ആഘാതം കൊണ്ടുകൂടിയാണ് നമ്മളത് നമ്മളുടെ മനസ്സിലേക്ക് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ കവിതയിൽ ONV സർ പറയുന്നു, കരളിനെ കുത്തുന്ന ചോദ്യങ്ങളായിരം കാട്ടുകടന്നല എന്നെ പൊതിയുന്നു, അരുതിനി താങ്ങുവാൻ ശത്രുശരങ്ങളല്ല ആത്മക്ഷതങ്ങളാണ് എത്രയും ദുഷ്കരം എന്ന്. ശത്രുവിൻ്റെ ശരങ്ങളല്ല, ആത്മക്ഷതങ്ങൾ, അവനവൻ്റെ ആത്മാവിലേൽക്കുന്ന മുറിവാണ് ഏറ്റവും ഭീകരമായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. നിഴലാട്ടമായി അദൃശ്യാങ്കുലീ ചാലിതം നിന്നു തുള്ളും പാവനിഴലായിരുന്നു ഞാനൊരു പാവകളിയിലെ പാവയായിരുന്നു. അദൃശ്യങ്ങളായ വിരലുകൾ ചലിപ്പിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിനനുസരിച്ച് നിഴലായി ആടിപ്പോയ ഒരാളാണ് ഞാൻ എന്ന് അദ്ദേഹം സ്വയം ഈ കവിതയിൽ പറയുന്നു. ഇനി വന്ദിഗീതങ്ങളില്ല, വൈതാളിക വാണികളില്ല, സുമന്ത്ര ശ്രവണവും എല്ലാം കഴിഞ്ഞുപോയി. ഇനി വന്ദിഗീതങ്ങളില്ല. രാജാക്കന്മാർ അദ്ദേഹം എഴുന്നള്ളി വരുമ്പോൾ ശ്രീരാമൻ്റെ പരാക്രമങ്ങൾ കീർത്തിക്കുന്ന കീർത്തനം പാടുന്ന ആളുകളില്ല, എല്ലാം ഉപേക്ഷിച്ചു, സരയുവിലേക്ക് പോവുകയാണ്. ഇനി വന്ദിഗീതങ്ങളില്ല, വൈതാളിക വാണികളില്ല. അങ്ങനെ ആരെങ്കിലും വൈതാളികന്മാരായിട്ടുള്ള ആളുകൾ, തന്ത്രങ്ങൾ ഉപദേശിക്കുന്ന ആളുകൾ, കുതന്ത്രങ്ങൾ ഉപദേശിക്കുന്ന ആളുകൾ, അങ്ങനെ ആരുമില്ല. സുമന്ത്ര ശ്രവണവും, സുമന്ത്രൻ എന്ന മന്ത്രിയുടെ വളരെ സുമന്ത്രം, ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും നന്മയ്ക്ക് വേണ്ടിയുള്ള പറച്ചിലും ഇനിയില്ല. ഇനി ഉപേക്ഷിക്കട്ട മുദ്രാങ്കുലീയവും ഈ രത്ന കേയൂര പട്ടാമ്പരങ്ങളും, ഈ രത്നത്തിൻ്റെ കേയൂരവും പട്ടുവസ്ത്രങ്ങളും എല്ലാം ഉപേക്ഷിക്കാൻ പോവുകയാണ് ഞാൻ. എൻ്റെ മുദ്രാങ്കുലീയം, ഏറ്റവും പ്രിയപ്പെട്ട സീതയ്ക്ക് കൊടുത്തയച്ച മുദ്രാങ്കുലീയമുണ്ടല്ലോ, അടയാള മോതിരം, അത് ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്, പ്രിയ സരയു ശരണാർത്ഥിയാകും ആത്മാവിൽ സംപ്രീതയായ എന്നെയും നിന്നോടണയ്ക്കുക എന്നാണ്. അല്ലയോ പ്രിയപ്പെട്ട സരയു, ഞാൻ ശരണാർത്ഥിയായി നിൻ്റെ അടുത്തേക്ക് വരുന്നു, ഞാൻ ശരണമർത്ഥിച്ചു വരികയാണ്, ഞാൻ ശാന്തി അർത്ഥിച്ച് നിൻ്റെ അടുത്തേക്ക് വരുന്നു, നീ എന്നെ സ്വീകരിക്കുക എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കവിത അങ്ങനെ അവസാനിക്കുന്നതും ശ്രീരാമൻ സരയുവിലേക്ക് മറയുന്നതും. തിരുനെല്ലൂർ കരുണാകരൻ സാറിൻ്റെ തിരുനെല്ലൂർ കരുണാകരൻ സാറിൻ്റെ ഗ്രീഷ്മസന്ധ്യകൾ എന്ന സമാഹാരത്തിൽ രാമായണം എന്ന് പറയുന്നൊരു കവിതയുണ്ട്. രാമായണ കഥ അദ്ദേഹം ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാനം അദ്ദേഹം അതിൽ നടത്തുന്നുണ്ട്. അതിൽ രാമൻ്റെ അവസാന സന്ദർഭം വർണ്ണിക്കുന്നുണ്ട്. അതിൽ രാമൻ വരുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയും, അരജൻ വരവു കണ്ട് അത്ഭുതത്താലേ വീണ്ടും വിരിയും മിഴികളെ വിശ്വസിച്ചതെല്ലാവരും. രാജാവിൻ്റെ ഈ വരവ് കണ്ടിട്ട് ആഡംബരപൂർണമായി അദ്ദേഹം സഞ്ചരിക്കുന്നത് കണ്ടിരുന്ന ആളുകൾക്ക് അത് കാണുമ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. അവരുടെ വിരിയുന്ന മിഴികൾ അവിശ്വസിച്ചു. അണിയാൻ മറന്നുപോ തമ്പുരാൻ കിരീടവും മണികുണ്ടലങ്ങളും മറ്റലങ്കാരങ്ങളും. രാജാവ് മറന്നുപോയോ എന്നാണ്. ഈ അണികുണ്ടലങ്ങൾ, കിരീടം, അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ അണിയാൻ അദ്ദേഹം മറന്നുപോയതാണോ? അയോധ്യാവാസികൾക്കൊന്നും അദ്ദേഹത്തിൻ്റെ ഈ ആത്മസംഘർഷവും അദ്ദേഹം അപ്പോൾ അനുഭവിക്കുന്ന ഈ മഹാജീവിത ദുരന്തത്തിലേക്കുള്ള യാത്രയും അവർക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർ പറയുന്നു, അരതൊട്ടടിയോളം ഏകവസ്ത്രത്താൽ മാത്രം തിരുമൈ ആച്ഛാദിതം നഗ്നമാണല്ലോ പാദം. അരതൊട്ടടിയോളം, ഈ അരയിൽ നിന്ന് കാൽപാദം വരെ നീളുന്ന ഒരൊറ്റ വസ്ത്രം മാത്രമേ ഉടുത്തിട്ടുള്ളൂ. നഗ്നമാണല്ലോ പാദം, ഈ കാല് നഗ്നമായിരിക്കുന്നു. എന്തൊരു മരവിപ്പാണ് ആ സമയത്ത്. എന്നിട്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളെ ഓർക്കുന്നു. എന്നിട്ട് അവസാന രംഗം ഇങ്ങനെയാണ് തിരുനെല്ലൂർ സാർ പറയുന്നത്, സരയൂ നദി ഇപ്പോൾ രാമൻ്റെ അരയോളം, സരയൂ നദി ഇപ്പോൾ രാമൻ്റെ മാർത്തട്ടോളം, സരയൂ നദി ഇപ്പോൾ രാമൻ്റെ കണ്ഠത്തോളം, സരയൂ നദി ഇപ്പോൾ ശുദ്ധശൂന്യതയോളം. ആ രാമനിങ്ങനെ നദിയിലേക്ക് താഴ്ന്നു പോകുന്നതിൻ്റെ ഈ ചിത്രം ഇങ്ങനെ വരയ്ക്കാൻ മലയാളത്തിലെ ഒരു കവിക്ക് മാത്രമേ കഴിയൂ എന്ന് നമുക്ക് തോന്നുന്നത് പോലെ, ഒരു പക്ഷേ കാളിദാസനൊക്കെ ഇങ്ങനെ ഒന്ന് എഴുതിയിരുന്നെങ്കിൽ എഴുതുമായിരുന്നത് ഇങ്ങനെയാണ് എന്ന് തോന്നാവുന്ന വിധത്തിൽ അത്രയ്ക്ക് ആർദ്രമായിട്ടാണ് ആ രാമൻ്റെ അപ്രത്യക്ഷമാകൽ. അതൊരിക്കൽ കൂടി വായിച്ചിട്ട് നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം. സരയൂ നദി ഇപ്പോൾ രാമൻ്റെ അരയോളം, സരയൂ നദി ഇപ്പോൾ രാമൻ്റെ മാർത്തട്ടോളം, സരയൂ നദി ഇപ്പോൾ രാമൻ്റെ കണ്ഠത്തോളം,
സരയൂ നദി ഇപ്പോൾ ശുദ്ധശൂന്യതയോളം സരയുവിലേക്ക് മറഞ്ഞു പോകുന്നത് സൂര്യാന്വയ സൂര്യനാണ്. നമ്മളുടെ വലിയ ആശ്രയമായിരുന്ന ഒരാളാണ്. അതിൻ്റെ മഹാശൂന്യത രാമായണത്തിൽ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ടാണ് രാമായണം നമ്മളുടെ പ്രിയപ്പെട്ട നിത്യപാരായണ ഗ്രന്ഥമാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ഒരു മാസം മുഴുവൻ രാമായണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെ രാമായണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ചും രാമായണ പാരായണവും രാമായണ വിശകലനവും നടന്നുകൊണ്ടേയിരിക്കുന്നു. രാമായണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ വളരെ ഗാഢമായി ആലോചിച്ച ഒരു കാര്യം, രാമായണത്തിൽ എന്തുകൊണ്ടാണ് രാമായണം ഇത്ര ഭക്തി നിർഭരമായി ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും കണക്കാക്കിയത് എന്നാണ് ആലോചിച്ച് നോക്കിയത്. ശ്രീരാമനൊരു അവതാരമാണ് എന്ന് നമ്മൾക്കറിയാം. പരശുരാമനും അവതാരമാണല്ലോ. പരശുരാമനെ ഇന്ത്യ മുഴുവൻ ആരാധിക്കുന്ന ഒരു അവതാരമായി കണക്കാക്കുന്നില്ല. നമ്മൾ മത്സ്യം മുതൽ കൽക്കി വരെയുള്ള അവതാരങ്ങളെ ആലോചിച്ച് നോക്കിയാൽ അതിൽ 2 പേർക്കാണ് മഹാഭാഗ്യം സിദ്ധിച്ചത്, ശ്രീരാമനും ശ്രീകൃഷ്ണനും. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനും അവരുടെ ആരാധന ഏറ്റുവാങ്ങാനും അവരുടെ പരിലാളനകൾക്ക് വിധേയരായി നിലനിൽക്കാനും. അതെന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, അത് രണ്ടും 2 മഹത്തായ ഇതിഹാസങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന്. ആ ഇതിഹാസങ്ങളിലൂടെയാണ് അവരുടെ കഥാപാത്ര സ്വഭാവം നിർണയിക്കപ്പെട്ടത്, ജനങ്ങൾ അവരെ അടുത്തറിഞ്ഞത്. വാൽമീകി രാമായണത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശ്രീരാമനോട് ഇഷ്ടമില്ലാത്തവർ, ഭക്തിയില്ലാത്തവർ ഒക്കെ വളരെ കുറയും. രാവണനെക്കുറിച്ച് പോലും പറയും, രാവണൻ വിദ്വേഷഭക്തി കൊണ്ട് മോക്ഷം പ്രാപിക്കാൻ ശ്രമിച്ച ആളാണ് എന്ന്. രാമായണത്തിൻ്റെ മറ്റു പല പല വ്യാഖ്യാനങ്ങളിലും ആവിഷ്കാരങ്ങളിലും ഒക്കെ രാവണൻ ആ തരത്തിൽ ഇത് ഭഗവാനാണ് എന്നറിഞ്ഞുകൊണ്ട് തനിക്ക് അതുവഴി അദ്ദേഹത്തിലൂടെ മോക്ഷം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ടൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. രാമായണത്തിൽ കൗസല്യയ്ക്ക് ശ്രീരാമനോട് സ്നേഹമാണ്. കൗസല്യ ശ്രീരാമനെ അത്യധികം സ്നേഹിക്കുന്നു, ബാക്കി അമ്മമാർ സ്നേഹിക്കുന്നു. തൊട്ടു പിന്നാലെ വർണ്ണമാല്യം അണിയിച്ചു വരുന്ന സീത ശ്രീരാമനെ ലോകത്തെ ഏറ്റവും മാതൃകാപരമായി എങ്ങനെ ഭർത്താവിനെ സ്നേഹിക്കാമോ അങ്ങനെ സ്നേഹിക്കുന്നു. പതിവ്രത രത്നമാണ്, അങ്ങനെ സ്നേഹിക്കുന്നുണ്ട്. ലക്ഷ്മണൻ നിഴൽ പോലെ ശ്രീരാമനെ സ്നേഹിക്കുന്നു. ഭരതൻ ശ്രീരാമൻ്റെ പാദുകം കൊണ്ടുവച്ച് പൂജിച്ച ആളാണ്. അങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വിഭീഷണൻ ശ്രീരാമനോട് അതിയായ ഭക്തി ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന, എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇവർക്കെല്ലാം ശ്രീരാമനുമായി വ്യക്തിബന്ധങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു തരത്തിൽ ശ്രീരാമനുമായി വ്യക്തിബന്ധമുള്ളവരോ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നവരോ അദ്ദേഹത്തിൽ നിന്ന് പ്രയോജനമുണ്ടായിട്ടുള്ളവരോ ഒക്കെയാണ്. പക്ഷേ രാമായണത്തിൽ അങ്ങനെ അല്ലാത്ത ഏറ്റവും അകൽമഷമായ, ഏറ്റവും നിർമ്മമമായ ഭക്തി ഒരെണ്ണം കാണാനുണ്ട് രാമായണത്തിൽ. അത് രാമായണത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും അത്ഭുതകരമായ കഥാപാത്രമാണ് ഹനുമാൻ. ഹനുമാന് ശ്രീരാമനോടുള്ള ഭക്തി എന്നത് ഏറ്റവും നിരുപാധികമായ ഭക്തിയാണ്. അദ്ദേഹത്തിന് ശ്രീരാമനിൽ നിന്ന് വേറൊന്നും ലഭിക്കാനുണ്ടായിരുന്നില്ല. ജി ശങ്കരക്കുറുപ്പ് കവിതയിൽ പറഞ്ഞതുപോലെ, സ്നേഹത്തിൻ ഫലം സ്നേഹം, ത്യാഗത്തിൻ ഫലം ത്യാഗം എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒന്ന് മാത്രമേ ലഭിക്കാനുണ്ടായിരുന്നു എന്ന ഘട്ടത്തിലാണ് ഹനുമാനും ശ്രീരാമനും തമ്മിലുള്ള ബന്ധം കാഴ്ചയിലും വളർച്ചയിലും ഉണ്ടാവുന്നത്. രാമായണത്തെ ഭക്തിപൂർവം ഇന്ത്യൻ സമൂഹത്തിലേക്ക് എത്തിച്ചത് ഒരു പക്ഷേ ഹനുമാൻ്റെ ശ്രീരാമനോടുള്ള ഭക്തിയിൽ നിന്നാവണം. അത് ഭക്തിയുടെ മഹാമാതൃകയായി നമ്മളുടെ മുമ്പിൽ നിലനിൽക്കുകയും ചെയ്തു. കാരണം എങ്ങനെ നിങ്ങൾ ഒരു ദേവതാരാധന നടത്തണം, നിങ്ങൾ എങ്ങനെ പൂജിക്കണം എന്ന് ചോദിച്ചാൽ അത് ഹനുമാനെ പോലെ പൂജിക്കണം എന്ന് പറയേണ്ടി വരും നമുക്ക്. അങ്ങനെ നിഷ്ഠയോടുകൂടി അങ്ങേയറ്റം അദ്ദേഹത്തോടുള്ള സ്നേഹത്തോടുകൂടി, കടപ്പാടോടുകൂടി, എന്നാൽ അതിൽ നിന്നൊന്നും ഇങ്ങോട്ട് സ്വീകരിക്കാതെ ഒരു ഭക്തി. അങ്ങനെ ഒന്നും നമുക്ക് വളരെ അപൂർവമേ കണ്ടെത്താൻ കഴിയൂ. രാമായണത്തിലെ മറ്റു കഥാപാത്രങ്ങൾക്കെല്ലാം
അങ്ങനെയല്ല, അദ്ദേഹവുമായിട്ട് വ്യക്തിബന്ധമുണ്ട്. ശബരിയെ അദ്ദേഹം ചെന്ന് കാണുകയാണ്. നേരത്തെ തന്നെ ഭക്തി ഉണ്ടായിരുന്നു ശബരിക്ക്. പക്ഷേ ശ്രീരാമൻ ശബരിയിലേക്ക് ചെല്ലുകയാണ് ചെയ്തത്. ഗുഹന് ശ്രീരാമനോട് ഭക്തിയുണ്ട്. ഗുഹൻ വലിയ മിത്രവുമാണ്. ഗുഹൻ തോണി കടത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും അദ്ദേഹവുമായി അല്ലാതെ തന്നെ ആ കുടുംബവുമായി തന്നെ ബന്ധമുള്ള ആളാണ് ഗുഹൻ. അങ്ങനെ ഓരോ കഥാപാത്രത്തിനും രാമനോട് ബന്ധമുണ്ടായിരിക്കെ യാതൊരു മുൻപരിചയവുമില്ലാതെ യാദൃച്ഛികമായി കണ്ടുമുട്ടുന്ന ഹനുമാൻ എന്ന കഥാപാത്രം, ഹനുമാൻ അതൊരു കഥാപാത്രമല്ല, നമ്മളുടെ ഉള്ളിൽ ജീവിക്കുകയാണ് ഇവരെല്ലാം. അങ്ങനെ നമ്മളുടെ അന്തരാത്മാവിൽ ജീവിക്കുന്നത് കൊണ്ടാണ് രാമൻ ഒരു യാഥാർത്ഥ്യമായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ നമ്മളുടെ അന്തരാത്മാവിൽ ജീവിക്കുന്നത് കൊണ്ടാണ് സീതയും രാമായണ കഥാപാത്രങ്ങളും എല്ലാം നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നതും അതിന് പുറത്തൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ അതിനെ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രാമനെ പൂജിക്കുന്നത്. ശ്രീരാമ പൂജ നടത്തുന്നത് അതുകൊണ്ടാണ്. നമുക്കത് സങ്കല്പത്തിൽ മാത്രമല്ല, യാഥാർത്ഥ്യത്തിലും നിലനിൽക്കുന്നതുകൊണ്ട്. ആ പൂജയ്ക്ക് നിദാനമായത് ഹനുമാന് ശ്രീരാമനോടുള്ള ഭക്തിയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ ചർച്ചയിലേക്ക് നമുക്ക് തുടർന്ന് കടക്കാം. ഹനുമാനെക്കുറിച്ച് ഇനിയും ധാരാളം പറയേണ്ടിയിരിക്കുന്നു. ഹനുമാൻ എങ്ങനെയാണ് ശ്രീരാമനെ ആദ്യമായിട്ട് കാണുന്നത്? സീതാന്വേഷണത്തിൻ്റെ ഭാഗമായി സഞ്ചരിച്ച് ചെല്ലുമ്പോൾ ഹനുമാൻ, സുഗ്രീവൻ ഇഷ്യമൂകാചലം എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. കുറച്ചു മന്ത്രിമാരുമായിട്ട് സ്വന്തം സഹോദരനായ ബാലിയാൽ ആക്രമിക്കപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ബാലിക്ക് കയറാൻ പറ്റാത്ത ഇഷ്യമൂകാചലത്തിൽ പോയിരിക്കുകയാണ്. ബാലികേറാമല എന്ന് നമുക്കൊരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ, അത് ബാലികേറാമലയാണ്. ഒരു ശാപം കൊണ്ട് അവിടേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല ഇഷ്യമൂകാചലത്തിൽ. അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോഴാണ് താഴ്വരയിലൂടെ അമ്പും വില്ലുമൊക്കെ ധരിച്ച 2 പേർ, ദീർഘകായരായിട്ടുള്ള 2 പേർ നടന്നു വരുന്നത് കാണുന്നത്. അപ്പോൾ അവിടെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഇവർ നമ്മളെ ആക്രമിക്കാനായിട്ട് ബാലി പറഞ്ഞു വിട്ടതായിരിക്കും, ഇവർ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇവരാരാണെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതിലെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ടുള്ള ഹനുമാനെ അയക്കുന്നത്. ഹനുമാൻ ബാലിയുടെ മന്ത്രിയായിരുന്നു. സുഗ്രീവൻ ഇറങ്ങിപ്പോരുമ്പോൾ അയാളോടൊപ്പം ഇറങ്ങിപ്പോകുന്ന വളരെ ചുരുക്കം പേരിൽ ഒരാളാണ്. ഹനുമാനാണ് കാണാൻ ചെല്ലുന്നത് ഇവരെ. ഹനുമാൻ കാണാൻ ചെല്ലുമ്പോൾ ഹനുമാൻ്റെ അന്തരംഗത്തിൽ ഇവരെ കാണുമ്പോൾ തന്നെ വിചാരമുണ്ടാവുന്നു ഇവരങ്ങനെ ഒരു കുഴപ്പക്കാരാവാൻ സാധ്യതയില്ല എന്ന്. ഹനുമാനെ കാണുമ്പോൾ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ശ്രീരാമൻ പറയുമല്ലോ, പശ്യ സഖേ വടുരൂപിണം എന്ന് പറഞ്ഞ് കാണുന്നുണ്ടല്ലോ. ഇതൊരു ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിലാണ് ചെല്ലുന്നത്. ഹനുമാൻ അഷ്ടൈശ്വര്യ സിദ്ധികളുണ്ടെന്നറിയാമല്ലോ. 8 സിദ്ധികൾ, അണിമ, ഗരിമ, ഈശത്വം, വശിത്വം എന്ന് തുടങ്ങുന്ന 8 സിദ്ധികൾ, രൂപം മാറാനും വലുതാവാനും ചെറുതാവാനും ഒക്കെ കഴിയുന്ന യോഗസിദ്ധിയുടെ ആ വലിയ പാരമ്യത്തിൽ അതെല്ലാം കൈവശമാക്കിയ ആളാണ് ഹനുമാൻ. ആ ഹനുമാനാണ് കാണാൻ ചെല്ലുന്നത്. ആ ഹനുമാൻ കാണാൻ ചെല്ലുമ്പോൾ കണ്ടു ചെന്നിട്ട് ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ ശ്രീരാമൻ പറയുന്നുണ്ട്, നല്ല വൈയാകരണൻ വടു നിർണയം എന്ന്. ഹനുമാൻ സൂര്യനോടൊപ്പം ഉദയം മുതൽ അസ്തമയം വരെ ഒപ്പം സഞ്ചരിച്ചിട്ട് വ്യാകരണവും നിരുക്തവും അങ്ങനെയുള്ള എല്ലാ സകല ശാസ്ത്രങ്ങളും ഒപ്പം നടന്ന് അഭ്യസിച്ച ആളാണ്. അതുകൊണ്ട് അസാമാന്യ വൈയാകരണനാണ്. വ്യാകരണം തെറ്റിപ്പോയാൽ വലിയ സങ്കടമുള്ളയാൾ. അങ്ങനെ ഭാഷയിൽ അസാമാന്യ ശുദ്ധിയുള്ളയാൾ. നമ്മൾ ഹനുമാനെ നമ്മളുടെ ഭാഷയുടെ മഹാദേവതയായിട്ട് കരുതേണ്ടതല്ലേ? ഇങ്ങനെ ശുദ്ധമായ ഭാഷ പറയണമെന്ന് വിചാരിച്ചിട്ടുള്ള, അത് ഏറ്റവും സൗമ്യമായും ദീപ്തമായും മധുരമായും പറയണമെന്ന് വിചാരിച്ചിട്ടുള്ള ആളാണ് ഹനുമാൻ. അവിടെ വച്ചാണ് ഇവരെ കാണുന്നത്. ഇവരെ കണ്ടിട്ട് ഇവരോട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമ്പോൾ ഇവർ ഇന്നയിടത്തു നിന്നാണ് വരുന്നത്, ഇന്ന കാര്യത്തിനാണ് വരുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സുഗ്രീവനുമായിട്ടുള്ള സഖ്യം എല്ലാ അർത്ഥത്തിലും ഗുണം ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ വച്ചാണ് സുഗ്രീവനുമായിട്ട് സഖ്യമുണ്ടാകുന്നത്. ആ സഖ്യത്തിൻ്റെ ആധാരമായി തീരുന്നത് ഹനുമാനാണ്. ഹനുമാൻ്റെ ജനനകഥ വാൽമീകി രാമായണത്തിലുണ്ട്. അത് പറയുന്നത് അഗസ്ത്യനാണ്. ഹനുമാൻ്റെ സാന്നിധ്യത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത് ഹനുമാൻ എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടായത്. ചെറിയ കുഞ്ഞായി ജനിക്കുമ്പോൾ തന്നെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അത് ചെറിയ ഒരു പഴമാണെന്ന് വിചാരിച്ചിട്ട് നേരെ സൂര്യന് നേരെ ചാടി എന്നാണല്ലോ. ഇടശ്ശേരി പറയും, കൂരിപ്പഴമോ ബാലാദിത്യൻ എന്ന്. നിനക്ക് കൂരിപ്പഴം എന്ന് പറഞ്ഞാൽ ചെറിയ പഴമാണോ ഈ ഉദിച്ചു വരുന്ന സൂര്യൻ എന്ന് ശങ്കിച്ചിട്ട് ചാടാൻ ശ്രമിക്കുകയും അപ്പോൾ ഇന്ദ്രനോട്
ഇതാ ഇയാളൊരു ചാടി വരുന്നു എന്ന് ഇന്ദ്രനോട് ചെന്ന് ആരോ പറയുകയും അങ്ങനെ ഇന്ദ്രൻ വന്നിട്ട് ഈ വജ്രായുധം ഉപയോഗിച്ച് ഈ ഹനു കവിൾത്തട്ടിൽ അടി കൊണ്ടിട്ട് താഴെ വീണ് പോവുകയാണല്ലോ ചെയ്യുന്നത്, ബോധരഹിതനായിട്ട് അല്ലെങ്കിൽ മൃതനായിട്ട്. ഇദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള വായു ഭഗവാൻ, ഈ വായു ഭഗവാൻ ഹനുമാനെ എടുത്തുകൊണ്ട് പോവുകയാണ്. എടുത്തുകൊണ്ട് പോയിട്ട് ഏതോ ഒരു സ്ഥലത്ത് പോയി ഇരുന്നു. അതോടുകൂടി ഇപ്പം ഈ പ്രപഞ്ചത്തിൽ വായുവില്ലാതെയായി സകലതും നിശ്ചലമായി. ജീവിതം നടക്കാതെ ആയപ്പോഴാണ് വായുവുമായിട്ടൊരു ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് ജീവൻ തിരിച്ചു കൊടുക്കുകയും മേലിൽ വജ്രായുധം ബാധിക്കില്ല എന്ന് വരം കൊടുക്കുകയും ചെയ്താണ് ഹനുമാൻ വളർന്നു വരുന്നത്. അങ്ങനെ വളർന്നു വന്നിട്ട് അദ്ദേഹത്തിനൊരു ശാപവും കൂടെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നിൻ്റെ ശക്തി നിനക്ക് ഓർമ്മയില്ലാതെ പോകട്ടെ, എപ്പോഴെങ്കിലും നിൻ്റെ ശക്തി ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ നിനക്ക് പിന്നീട് ആ ശക്തി ലഭിക്കൂ എന്ന് പറഞ്ഞിട്ട് അതിസാധാരണനായിട്ടാണ് ജീവിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ഈ സുഗ്രീവ സഖ്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ സുഗ്രീവ സഖ്യത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് തെക്കേ ദിക്കിലേക്ക് പോയ വാനര സംഘത്തിലൊരു അംഗമായിട്ടാണ് പോകുന്നത്. ആ വാനര സംഘത്തിലൊരു അംഗമായിട്ട് പോയിട്ട് ഇദ്ദേഹം അതിസാധാരണനായിട്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ ചെന്ന് സമുദ്രലംഘനത്തിന് സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ സീത അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് സമ്പാദി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സമുദ്രലംഘനത്തിന് സാധ്യത ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഒരനക്കവുമില്ലാതെ ഒരിടത്ത് ഇരിക്കുകയാണ് അദ്ദേഹം. ഒന്നും മിണ്ടുന്നില്ല. കാരണം തനിക്കിത് പറ്റില്ല എന്നാണല്ലോ വിചാരിച്ചിരിക്കുന്നത്. അവിടെ ഞാൻ 100 യോജന ചാടാം, ഞാൻ 200 യോജന ചാടാം, ഞാൻ എങ്ങനെ ചെയ്യാം എന്നൊക്കെ പലരും പറയുമ്പോൾ അതിൽ അംഗദൻ പറയുന്നുണ്ട്, ബാലിയുടെ മകൻ, ഞാൻ ചാടി അപ്പുറത്തേക്ക് പോകാം, പക്ഷേ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് ചാടാൻ പറ്റുമോ എന്ന് സംശയമാണെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. മാത്രമല്ല അയാൾക്ക് സുഗ്രീവനോട് തീർത്താൽ തീരാത്ത ശത്രുതയുണ്ട്. അയാളുടെ അച്ഛനെ നിഗ്രഹിച്ച ആളാണ്. അതുകൊണ്ട് അയാൾ സുഗ്രീവനെ അയാൾ ഭയങ്കര ഭീകരമായിട്ട് വാൽമീകി രാമായണത്തിൽ സുഗ്രീവനെ ഭത്സിക്കുന്നുണ്ട്. ആ സ്ഥലത്തൊക്കെ ഹനുമാനാണ് ഇടപെടുന്നത്. അവിടെയൊക്കെയുള്ള ഹനുമാൻ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു നോക്കണം, നമ്മളൊന്ന് വായിച്ചു നോക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളുടെ ഈ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ നടത്തുന്ന മഹാസാഹസങ്ങളൊക്കെ എത്ര നിഷ്പ്രഭമാണ് ഇതിൻ്റെ മുന്നിലെന്ന്. ഹനുമാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ഛാഭംഗമുണ്ടായാൽ ആ ഇച്ഛാഭംഗം നിങ്ങളെ തളർത്തുകയും നശിപ്പിക്കുകയും ചെയ്യും, പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അംഗദനെ ഉത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അംഗദനെ ഉത്സാഹിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അംഗദൻ പിന്നെയും സുഗ്രീവനെ ഫൽസിക്കുന്നുണ്ട്. അവിടുന്നാണ് പിന്നെയും അയാളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ജാംബവാൻ എന്ന അതിലേറ്റവും പ്രായം ചെന്ന വാനരൻ ഹനുമാനോട് തൻ്റെ ജന്മകഥയും താൻ അസാമാന്യ ശക്തിമാനാണെന്നും സൂര്യനെ ഇങ്ങനെ കുഞ്ഞുനാളിൽ തന്നെ പോയി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത്. ആ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ഹനുമാൻ തൻ്റെ ശക്തി മനസ്സിലാക്കിയിട്ട് ഞാൻ ചാടാം എന്ന് പറയുന്നത്. ആ ചാടുന്നതിനെക്കുറിച്ച് സുന്ദരകാന്ഡം എന്ന വാൽമീകി രാമായണത്തിലെ അധ്യായവും എഴുത്തച്ഛൻ്റെ സുന്ദരകാന്ഡവും എത്ര മനോഹരമെന്ന് നമ്മൾ വിചാരിക്കണം. അതിന് സുന്ദരകാന്ഡം എന്ന് പേര് വരാൻ കാരണം തന്നെ ഇത് ഒരു സുന്ദരനായിട്ടുള്ള ഏറ്റവും മനോഹരനായിട്ടുള്ള ഒരാളുടെ കാര്യം പറയുന്നത് കൊണ്ടാണെന്നും സുന്ദരൻ എന്നാൽ വാനരൻ എന്നതിൻ്റെ പര്യായമാണെന്നും അങ്ങനെ പല പല കാരണങ്ങളുണ്ട് എന്ന് പറയും. പക്ഷേ ആ കാവ്യത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് അതിനെ സുന്ദരകാന്ഡം എന്ന് വിളിച്ചാൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. അപ്പോഴാണ് ഹനുമാൻ ചാടുന്നതിനെക്കുറിച്ച് എഴുത്തച്ഛൻ പറയുന്നത്, ആകുഞ്ചിതാംഘ്രിയായി ഊർധ്വനയനായി ദശവദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ച് ദക്ഷിണ ദിക്കും ആലോക്യ ചാടിയിടിനാൻ. 2 കരങ്ങളും ഉയർത്തി പരത്തി ആകുഞ്ചിതാംഘ്രിയായി കഴുത്തിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഊർധ്വനയനായി കണ്ണ് മേലോട്ടുയർത്തി ദശവദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ച്, അതാണ് അതിൽ ഏറ്റവും സൂത്രവാക്യമായ വരി. ദശവദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ച് ഈ നിങ്ങൾ ലക്ഷ്യത്തിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരുത്തിനേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ ഹൃദയം അവിടെ ഉറപ്പിക്കുക എന്നത്. എന്നിട്ടാണ് ലങ്കയിലേക്ക് ചാടുന്നത്. ഐതിഹാസികമായ ഒരു ചാട്ടം. ആ ചാട്ടം ഇന്ത്യയുടെ ചരിത്രത്തിലെ മഹാചാട്ടമാണ് കേട്ടോ. നമ്മളുടെ അതിമാനുഷ കഥാപാത്രങ്ങളിൽ ഏറ്റവും അത്ഭുതകരമായി താനൊരു അതിസാധാരണക്കാരനാണെന്ന് വിചാരിച്ചിരുന്ന ഒരാൾ, അയാളുടെ ഉള്ളിലുള്ള ഊർജം ഉണർത്തപ്പെട്ടിട്ട് അസാധ്യമെന്ന് തോന്നുന്ന ഒന്ന് ചെയ്യുന്നതിൻ്റെ എല്ലാ ശക്തിയും സൗന്ദര്യവും നമുക്കത് കാണാം. അതിന് ഹനുമാനെ പ്രേരിപ്പിക്കുന്നത് ശ്രീരാമനോടുള്ള ഭക്തിയാണ്. ആ ഭക്തി എങ്ങനെ താനെ വളർന്നു വന്നു എന്നതിന് വാൽമീകി രാമായണം ഒരു സൂചനയും നമുക്ക് തരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മങ്ങളിലൊക്കെ തന്നെ നിക്ഷേപിക്കപ്പെട്ട ഭക്തി, അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മങ്ങളിലൊക്കെ നിക്ഷേപിക്കപ്പെട്ട ഭക്തി ഏറ്റവും സജീവമായി പുറത്തേക്ക് വന്നതാവാം. നമുക്ക് ഹനുമാൻ്റെ ലങ്കാഗമനത്തെക്കുറിച്ച് കൂടി ഇനി പറയേണ്ടതുണ്ട്.
ഹനുമാന്റെ ലങ്കാപ്രവേശം മുതൽ ലങ്കയിൽ നിന്നുള്ള തിരിച്ചുവരവ് വരെയുള്ള ഭാഗമുണ്ടല്ലോ, ആ ഭാഗം അതിനകത്ത് ഭക്തിയുണ്ട്, വൈകാരികതയുണ്ട്, അതിസാഹസങ്ങളുണ്ട്, ഇതെല്ലാം കൂടി ചേർത്തതാണ്. നമ്മൾ ഈ ചലച്ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കണം, ഇതിനുമൊക്കെ അപ്പുറത്ത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ അതിസാഹസികതയെയും വൈകാരികതയെയും ഭക്തിയെയും എല്ലാം സമഞ്ജസമായി അതിനർഹിക്കുന്ന അനുപാതത്തിൽ കലർത്തി ഈ മഹാസൃഷ്ടി നടത്തി വച്ചിരിക്കുന്നു ഇതിൻ്റെ രചയിതാക്കൾ എന്ന്. ഹനുമാൻ ലങ്കയിലേക്ക് പ്രവേശിക്കുന്നത് ലങ്കാലക്ഷ്മി എന്ന ലങ്കയുടെ വലിയ കാവൽക്കാരിയായിട്ടുള്ള വേറൊരു ശാപം മൂലം വന്നിട്ടുള്ള ഒരു വനിതയാണ് കാവൽക്കാരി ലങ്കയുടെ. ലങ്ക അന്നത്തെ ലോകത്തെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള നഗരങ്ങളിലൊന്നാണ്. അതിനെ കോട്ട കൊത്തളങ്ങൾ കൊണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് ഹനുമാൻ. ശ്രീലങ്കയിലൊക്കെ ചെല്ലുന്ന ആളുകൾക്ക് ഇപ്പോഴും അവർ പറഞ്ഞു തരും നിങ്ങൾക്ക്, ഇവിടെയാണ് ഹനുമാൻ വന്നിറങ്ങിയത്, ഇവിടെയാണ് രാവണൻ സ്നാനം ചെയ്തത്, ഇവിടെയാണ് സീത ഇരുന്നത്, ഇതുവഴിയാണ് രാവണൻ ഇറങ്ങി വന്നതെന്നൊക്കെ നിങ്ങൾക്ക് ധാരാളം പേര് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണിച്ചു തരും. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ അവരവിടെ, പ്രതീകങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹനുമാൻ അവിടെ ചെന്നിട്ട് അവിടെ അകത്തേക്ക് കിടക്കുകയാണ്. ഉടൽ കടുക്കിനോട് സമം ഇടത്തുകാൽ മുന്നിൽ വെച്ചാണ് ലങ്കയിലേക്ക് പ്രവേശിച്ചതെന്ന് എഴുത്തച്ഛൻ പറയും. ഉടൽ കടുകിനോട് സമം, ഉടൽ ഒരു കടുകിൻ്റെ അത്രയും ആക്കിയിട്ട് ലങ്കാലക്ഷ്മിയോടൊന്ന് മത്സരിച്ചൊക്കെ നോക്കി എന്ന് പറയും. ആദ്യം കുറച്ചൊന്ന് വളർന്നു നോക്കി, അപ്പോൾ അവരതിനേക്കാൾ വളർന്നു. കുറച്ചൊന്ന് ചെറുതായി നോക്കി, അപ്പോൾ അവരും ചെറുതായി. അപ്പോൾ ഒരു അശ്രദ്ധയുടെ ഒരു നിമിഷത്തിൽ ഉടൽ കടുകിനോട് സമം ഇടത്തുകാൽ മുന്നിൽ വെച്ച് കയറിയാൽ കയറുന്ന സ്ഥലം നശിച്ചു പോകും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. ഇതുകൊണ്ടുണ്ടായതാണോ അതൊന്നറിയില്ല. അപ്പോൾ അതിലേക്ക് പ്രവേശിച്ചാണ് ലങ്കയിലേക്ക് ചെല്ലുന്നത്. ലങ്കയിൽ ചെന്നിട്ട് ഈ ഹനുമാൻ ലങ്ക കാണുന്നതിൻ്റെ ഒരു വർണ്ണന വാൽമീകി രാമായണത്തിലുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. അങ്ങനെ ഒരു നഗരത്തെ സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ഹനുമാൻ ആ ലങ്ക കാണുന്നു. എല്ലാ സ്ഥലത്തും സീതയെ അന്വേഷിച്ചിട്ടാണ് പോകുന്നത്. അവിടെ കിടന്ന് ഉറങ്ങുന്ന സുന്ദരിമാരെയൊക്കെ കണ്ടിട്ട് ഹനുമാൻ പോയി നോക്കുന്നുണ്ട്. ഹനുമാൻ അങ്ങനെ നോക്കി സുന്ദരിമാരെയൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് തന്നെ മനസ്സിലൊരു പശ്ചാത്താപം ഉണ്ടാകുന്നു. ജിതേന്ദ്രിയനായിട്ടുള്ള, എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ച, യോഗവിദ്യയിൽ അഗ്രഗണ്യനായ ഞാൻ ഈ സ്ത്രീകളെ ഇങ്ങനെ നോക്കുന്നല്ലോ എന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് താനേ ഒരു സമാധാനവും കൂടെ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഞാൻ, ഇതൊക്കെ ജയിച്ചവനാണ് ഞാൻ, എൻ്റെ ലക്ഷ്യം സീതാമാതാവിനെ കാണുകയാണ്, അതുകൊണ്ട് എനിക്കിങ്ങനെ നോക്കുന്നതിൽ തെറ്റില്ല എന്ന് സ്വയം ആശ്വസിപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ എല്ലാ സ്ഥലവും കണ്ടിട്ടും അവിടെ ഒന്നും സീതയെ കാണാതെ ഇരിക്കുമ്പോഴാണ് ഉപവനത്തിൽ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ സീത ഇരിക്കുന്ന കാണുന്നത്. അതിനു മുമ്പ് സ്ത്രീകൾ കിടക്കുന്ന സ്ഥലത്ത് രാവണൻ്റെ അടുത്ത് സർവാഭരണ വിഭൂഷിതയായി മണ്ഡോദരി കിടക്കുന്നത് കണ്ടിട്ട് ഹനുമാൻ സംശയം തോന്നുന്നു, ഇതാണോ സീത? എന്നിട്ട് അദ്ദേഹം പോയി നിന്ന് നോക്കുന്നുണ്ട്. അതിസുന്ദരിയായിട്ടുള്ള ഈ സ്ത്രീ സീതയാണോ? എന്നിട്ട് ഉടൻ തന്നെ വിചാരിക്കുന്നുണ്ട്, എൻ്റെ സ്വാമിനിയായിട്ടുള്ള സീത ശ്രീരാമൻ്റെ പത്നിയാണ്. അവർ ശ്രീരാമനെ പിരിഞ്ഞിരിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ആഭരണങ്ങൾ അണിയാൻ സാധ്യതയില്ല, അവരിങ്ങനെ ശാന്തമായി ഉറങ്ങാനും സാധ്യതയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. മനുഷ്യൻ്റെ മനഃശാസ്ത്രത്തിലേക്കുള്ള, അവനവൻ്റെ സ്വഭാവത്തിലേക്കുള്ള പഠനം കൂടി അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ മഹാഭക്തനായ ഹനുമാൻ സീതാദേവിയെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ ശിംശപാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മലിന വസ്ത്രങ്ങൾ അണിഞ്ഞ് കൃശഗാത്രിയായി ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ഇരിക്കുന്ന തേജോരൂപത്തെ കാണുന്നുണ്ട് ഹനുമാൻ. കണ്ടിട്ട് എങ്ങനെ വേണം ശ്രദ്ധ ആകർഷിക്കാനെന്നറിയാത്തതുകൊണ്ട് ഹനുമാൻ മരച്ചില്ലയിൽ ഇരുന്നിട്ട്, ഞാനിതിങ്ങനെ ചുരുക്കി പറയാണ് കേട്ടോ, വാൽമീകി രാമായണത്തിൽ ഇതൊക്കെ വലിയ 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 സന്ദർഭങ്ങളാണ്. അവിടെ ഇരുന്നിട്ട് രാമായണ കഥ പറയുകയാണ്. രാമായണത്തിൻ്റെ തുടക്കത്തിൽ നാരദൻ കഥ പറയും എന്ന് നമ്മൾ കേട്ടു. ഇവിടെ രാമായണം കഥ, അതുവരെയുള്ള കഥ ഒന്നുകൂടി ഹനുമാൻ പറയുന്നുണ്ട്. അതിൻ്റെ ലാവണ്യം, ഹനുമാനെ പോലെ വൈയാകരണനായിട്ടുള്ള, ഭാഷാശുദ്ധിയുള്ള, കാര്യങ്ങളെ സംഗ്രഹിക്കാൻ അസാമാന്യ കഴിവുള്ള ഒരാൾ ആ കഥ പറയുമ്പോഴുള്ള ലാവണ്യം, അതങ്ങനെ വായിച്ചു തന്നെ നമ്മൾ അറിയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ കഥ പറയുന്നത് കേട്ടിട്ടാണ് സീത ശ്രദ്ധിക്കുന്നത്. ഹനുമാൻ ശരിക്കും രാവണൻ തന്നെ വേഷം മാറി വന്നതാണോ എന്ന് വിചാരിച്ചിട്ട് സീത ഇയാളെ ധാരാളം ചീത്ത പറയുന്നുണ്ട്, വഴക്കൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഹനുമാൻ താഴെ വന്നിട്ട് പിന്നീട് ഈ സീതയെ അടയാളവാക്യങ്ങൾ പറയുക, മുദ്രാമോതിരം കാണിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ആ വിശ്വാസം നേടിയെടുക്കുന്നത്. പിന്നെ അങ്ങോട്ട് വികാരനിർഭരമായിട്ടുള്ള രംഗമാണ്.
ഈ അതിസാഹസിയായിട്ടുള്ള ഹനുമാൻ സീതയോട് പറയുന്നുണ്ട്, എനിക്ക് ലങ്കയിൽ നിന്ന് സീതയെ കൊണ്ടുപോകാൻ ഒരാളുടെയും സഹായം ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് സീതയെ എടുത്തു കൊണ്ടുപോകുന്ന പറയുമ്പോൾ സീത പുച്ഛിക്കുന്നുണ്ട്, ഈ നിങ്ങളൊരു വാനരനായിട്ടുള്ള ആൾ എങ്ങനെയാണ് എന്നെ എടുത്തുകൊണ്ട് പോവുക എന്ന്. അപ്പോഴാണ് സീതയുടെ മുമ്പിൽ ഹനുമാൻ വിശ്വരൂപം കാണിക്കുന്നത്, അസാമാന്യമായ രൂപം കാണിക്കുന്നു. കല്യാണ സൗഗന്ധികത്തിൽ കുഞ്ചൻ നമ്പ്യാർ ഹനുമാന്റെ വിശ്വരൂപം വർണ്ണിച്ചിട്ടുണ്ടല്ലോ. വർദ്ധിതതര ധവള ഹിമാചല സന്നിഭ തുംഗ ശരീരൻ എന്നൊക്കെ പറഞ്ഞിട്ട് വർണ്ണിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ആ വിശ്വരൂപം സീതയെ കാണിച്ചു കൊടുക്കുന്നു, ഞാൻ ഇങ്ങനെ എനിക്ക് വിശ്വരൂപമുള്ളയാളാണ്, കൊണ്ടുപോകാൻ കഴിയും എന്ന്. സീത പറയുന്നത്, എൻ്റെ ഭർത്താവ് എന്നെ വീണ്ടെടുക്കാൻ കരുത്തുള്ള ആളാണ്, അദ്ദേഹം നേരിട്ട് വന്ന് എന്നെ വീണ്ടെടുത്ത് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഹനുമാൻ വിചാരിക്കുന്നു, അങ്ങനെ വെറുതെ പോയിട്ട് കാര്യമില്ല, ഞാനിവിടെ വന്നു എന്ന കാര്യം ഇവരെ എല്ലാം ഒന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഉദ്യാന നാശത്തിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്. ഉദ്യാനം നശിപ്പിക്കുന്നു. അപ്പോഴത്തേക്ക് വരുന്ന പട്ടാളക്കാരെ കൊല്ലുന്നു, രാവണൻ്റെ മന്ത്രിമാരെ കൊല്ലുന്നു, രാവണൻ്റെ മകൻ അക്ഷകുമാരനെ വധിക്കുന്നു. എന്നിട്ടാണ് ഇന്ദ്രജിത്ത് വന്നിട്ട്, ഇതൊന്നും വാൽമീകി രാമായണത്തിൽ ഇങ്ങനെ പറഞ്ഞങ്ങ് തീർക്കാവുന്നല്ല കേട്ടോ, നമ്മളെ സംബന്ധിച്ച് നമുക്ക് കഥ പറഞ്ഞ് തീർക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അക്ഷരകുമാരനെ കൊന്നു കഴിയുമ്പോൾ ഇന്ദ്രജിത്ത് വന്ന് ഇയാളെ ഒരു തരത്തിലും കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് കണ്ടിട്ട് ഹനുമാനെ നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ്. ബ്രഹ്മാവിനെ ബഹുമാനിച്ചിട്ടാണ്. ബ്രഹ്മാവിനെ ബഹുമാനിച്ചിട്ട് ഹനുമാൻ വധ്യനല്ല, കൊല്ലാൻ സാധ്യമല്ല. കൊല്ലാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അദ്ദേഹം ബന്ധനത്തിന് വഴങ്ങിക്കൊടുക്കുകയാണ്. ബന്ധനത്തിന് വഴങ്ങിക്കൊടുത്തിട്ട് വീണ് കിടക്കുകയാണ്. അവിടെ വീണ് കിടക്കുമ്പോൾ ഇന്ദ്രജിത്ത് ജയിച്ച കാര്യം പറയാൻ അകത്തേക്ക് പോയി. അപ്പോൾ ബാക്കി പട്ടാളക്കാരെല്ലാവരും കൂടെ വന്നിട്ട്, രാക്ഷസന്മാരെല്ലാവരും കൂടെ വന്നിട്ട് ഈ ബന്ധനം അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവർ കയറുകൊണ്ട് ബന്ധിക്കാൻ ശ്രമിച്ചു. വാൽമീകി രാമായണം പറയുന്നുണ്ട്, അങ്ങനെ കയറ് മറ്റേതെങ്കിലും ഒരു അന്യവസ്തു കൊണ്ട് ബന്ധിക്കാൻ ശ്രമിച്ചാൽ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു പോകും. ഹനുമാനെ ഇവർ കയറുകൊണ്ട് ബന്ധിക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ബന്ധനം പോയി. പക്ഷേ ഹനുമാൻ അങ്ങനെ തന്നെ കിടന്നു. ആ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ബന്ധനത്തോടുകൂടി കിടക്കുകയും രാവണൻ്റെ സദസ്സിലെത്തുകയും രാവണനോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ശ്രീരാമദേവൻ്റെ ദൂതനാണ് ഞാൻ, ശ്രീരാമദേവൻ താങ്കളോട് സുഖമാണോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. താങ്കൾക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞയച്ചു എന്നാണ്. ദൂതൻ്റെ പ്രധാനപ്പെട്ട കടമയാണ്. നയതന്ത്ര ബന്ധങ്ങളിലൊക്കെ അങ്ങനെ ഉപചാര വാക്കുകൾ പറഞ്ഞാണ് ആരംഭിക്കുക. നമ്മൾ ഈ പുരാതന കാലത്ത് തന്നെ മനുഷ്യർ അത് കണ്ടെത്തിയിരുന്നു നമ്മൾ വിചാരിക്കണം. ഉപചാരവാക്ക് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് രാവണനുമായിട്ടുള്ള സംവാദം പറഞ്ഞിട്ട്, ഈ മനുഷ്യ സ്ത്രീയായിട്ടുള്ള സീതയെ നിങ്ങൾ എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, നിങ്ങൾ തിരിച്ചു കൊടുത്ത് നിങ്ങൾ സന്ധി ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ കേൾക്കാത്തതുകൊണ്ടാണല്ലോ ഹനുമാനെ ശിക്ഷിക്കണമെന്ന് തീരുമാനിക്കുകയും വാലിനകത്ത് തീ കൊളുത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. വാലിനകത്ത് തീ കൊളുത്തിയിട്ട് അദ്ദേഹം ലങ്കാനഗരം മുഴുവൻ ദഹിപ്പിച്ചിട്ടാണ് ആ വാല് സമുദ്രത്തിൽ തല്ലിക്കെടുത്തിയിട്ട് തിരിച്ച് ചാടിപ്പോകുന്നത്. തിരിച്ചവിടെ എത്തുമ്പോൾ ശ്രീരാമനും പരിവാരങ്ങളും കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്ന ആദ്യത്തെ വാചകം രാമായണ വ്യാഖ്യാതാക്കളൊക്കെ രോമഹർഷത്തോടുകൂടി വിവരിച്ചിട്ടുണ്ട്. ആദ്യം ചെല്ലുമ്പോൾ പറയുന്നത് കണ്ടേനഹം സീതയെ എന്നാണ്. വാൽമീകി രാമായണത്തിലും അങ്ങനെ തന്നെയാണ്. ദൃഷ്ട്വ എന്നാണ് പറയുന്നത്, ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. അതൊരു ദൂതൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ്. നമ്മളോട് ആരെങ്കിലും ഒരു കാര്യം നമ്മൾ പോയിട്ട് വന്നിട്ട് ചോദിച്ചാൽ നമ്മളെന്താണ്, ഇവിടുന്ന് പുറപ്പെട്ടിടം മുതൽ, നമ്മൾ ബസ്സിൽ കയറിയിടം മുതൽ, ടിക്കറ്റ് എടുത്തത് മുതലുള്ള സകല കഥകളും പറഞ്ഞിട്ട് നമ്മൾ അവസാനം കാര്യം പറയും. ശ്രീരാമൻ കാത്തു നിൽക്കുന്നത് സീതയെ കണ്ടോ എന്നറിയാനാണ്, താൻ പോയത് ആ ലക്ഷ്യം നിറവേറ്റാനാണ്. അതുകൊണ്ട് അസാമാന്യമായ ചിത്തശുദ്ധിയുള്ള, അസാമാന്യമായ പവിത്രതയുള്ള, ഈ വൈയാകരണനായ, സന്ദർഭത്തിന് അനുസരിച്ച് സംസാരിക്കാൻ അറിയാവുന്ന ഹനുമാൻ വന്ന ഉടനെ പറയുന്നത് കണ്ടേൻ എന്നാണ്. ആദ്യത്തെ ചോദ്യം അതല്ലേ, ഉള്ളിലുള്ള ചോദ്യം അതാണ്. ശ്രീരാമൻ്റെയും അവിടെ നിന്നവരുടെയും ഉള്ളിലുള്ള ചോദ്യം സീതയെ കണ്ടോ എന്നാണ്. ഹനുമാൻ പറയുന്നു കണ്ടേനഹം സീതയെ, ഞാൻ സീതയെ കണ്ടു എന്നാണ്. അങ്ങനെ കണ്ടിട്ടാണ് രാമരാവണ യുദ്ധം ആരംഭിക്കുന്നത്. രാമരാവണ യുദ്ധത്തിൽ ഹനുമാന്റെ കർമ്മങ്ങളൊക്കെ നമ്മൾക്കറിയാം. അതൊക്കെ വളരെ വിപുലമായി വാൽമീകി രാമായണത്തിൽ നമുക്ക് വായിക്കാം, എഴുത്തച്ഛൻ്റെ രാമായണത്തിലും വായിക്കാം, സുന്ദരകാന്ഡത്തിലുണ്ടല്ലോ. അപ്പോൾ രാമായണത്തിലെ അങ്ങനെയാണ് ശ്രീരാമനുമായിട്ട്, ശ്രീരാമൻ വീണുപോയി എന്നറിഞ്ഞിട്ട്
ഒരു മൃതസഞ്ജീവനി എന്ന ഔഷധം വേണം എന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ നേരെ ആ മലയിലേക്ക് ചെല്ലുമ്പോൾ ഇതിലേതാണ് ഈ ഔഷധമെന്ന് കണ്ടെത്താൻ കഴിയാതെ വന്നിട്ട് അരിശം പൂണ്ടിട്ട് ആ മല ഒന്നാകെ അടർത്തി കൊണ്ടുവരുന്നു. അപ്പോൾ അതിനകത്ത് 4 വിശേഷപ്പെട്ട ഔഷധങ്ങളുണ്ടായിരുന്നു. മുറിവ് കൂടാനുള്ളത്, മുറിവുണങ്ങാനുള്ളത്, അവയവങ്ങൾ മുറിഞ്ഞു പോയാൽ പരസ്പരം ചേർക്കാവുന്നത്, അങ്ങനെ 4 തരം ഔഷധ സസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയും. എന്നിട്ട് ഓരോ തവണയും രാമായണ യുദ്ധത്തിലെ, രാമരാവണ യുദ്ധത്തിലെ ഓരോ ഘട്ടത്തിലും ഹനുമാൻ തൻ്റെ സ്വാമിയുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ശ്രീരാമനെയും സീതയെയും ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. രാമൻ ലങ്കയിൽ നിന്ന് യുദ്ധം ജയിച്ച് പോരുന്നതിന് മുമ്പ് തന്നെ ഹനുമാൻ അവിടെ നിന്ന് യാത്രയാവുന്നുണ്ട്. സീത അഗ്നിപ്രവേശ സമയത്തൊന്നും ഹനുമാൻ അവിടെ ഉള്ളതായി പറയുന്നില്ല. പിന്നീട് പട്ടാഭിഷേക സമയത്താണ് കാണുന്നത്. പക്ഷേ മറ്റ് കൃതികളിലൊക്കെ അങ്ങനെ ചില കൃതികളിലെങ്കിലും രാമനുമായി ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് രേഖപ്പെടുത്തുന്നതായിട്ടും അശ്വമേധ സമയത്ത് സംസാരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. അങ്ങനെ അത്ഭുത സിദ്ധിയുള്ള അപൂർവ ഭക്തിയുള്ള ഹനുമാനിൽ നിന്നാണ് ശരിക്കും ശ്രീരാമഭക്തി ലോകം മുഴുവൻ വ്യാപിച്ചത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ബാക്കി എല്ലാവർക്കും രാമനുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരിക്കെ യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത, ഉപാധികളില്ലാത്ത, അകൽമഷമായ ശ്രീരാമൻ അവതാരമാണ് എന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള, ബ്രഹ്മത്തെ കാണുന്ന അതേ സത്യത്തിൻ്റെ ആ സത്യദീക്ഷയോടുകൂടി ശ്രീരാമനെ കാണുന്ന ഹനുമാൻ എന്ന കഥാപാത്രത്തെ രാമായണ പാരായണത്തിൻ്റെ ഏതാണ്ട് പര്യവസാനത്തിലെത്തിയിരിക്കുന്ന നമ്മൾ ഭക്തിപൂർവം, സ്നേഹപൂർവം, അങ്ങേയറ്റം വിശുദ്ധിയോടെ ഓർക്കേണ്ടതുണ്ട്. രാമായണത്തിൻ്റെ ഫലശ്രുതി, രാമായണം മുഴുവൻ വായിച്ചു തീരുമ്പോൾ രാമായണത്തിന് ഫലശ്രുതിയുണ്ട്. ഈ ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഭാരതീയ പാരമ്പര്യത്തിൽ ഏത് കൃതി അവസാനിക്കുമ്പോഴും അതിന് ഒരു ഭരതവാക്യം, ഒരു ഫലശ്രുതി അങ്ങനെ ഒന്നുണ്ട്. നമ്മൾ ആ കൃതി പറഞ്ഞു തീർക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കൃതിയിൽ നിന്ന് എന്താണ് ലഭിക്കുക എന്നത് പറയും. അതിൽ നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം, മോക്ഷം എല്ലാം കൂടുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി, സന്താന സൗഖ്യം, നിങ്ങൾക്ക് രാജകീയമായ മാനസികാവസ്ഥയൊക്കെ ഉണ്ടാവും എന്നുകൂടി പറയും. ഭൗതിക ജീവിതത്തെ തിരസ്കരിക്കാതെ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ഉപാധികളെന്ന നിലയിലാണ് ഇന്ത്യയിലെ പല കൃതികളും എഴുതപ്പെട്ടത്. അതെല്ലാം നമ്മളിപ്പോൾ കൃതികൾ എഴുതുന്നത് നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നോവൽ എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി. അതിനകത്ത് ധാരാളം കാര്യങ്ങൾ അതല്ലാതെ അടങ്ങിയിരിക്കുന്നു. എഴുതുന്നയാളുടെ പ്രധാനപ്പെട്ട സമ്മർദ്ദം എന്താ? എൻ്റെ കൃതി ആദ്യം തുടങ്ങിയാൽ അവസാനം വരെ അത് വായിച്ചു പോകാൻ വേണ്ട ചില സംഭവങ്ങൾ ഞാനതിൽ ചേർക്കണം എന്നാണ്. എൻ്റെ ഭാഷ ആ വിധത്തിലായിരിക്കണം എന്നാണ്. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഭാഷ എനിക്ക് ആരചിക്കാൻ കഴിയണമേ എന്നതാണ് നമ്മളുടെ ഓരോ എഴുത്തുകാരൻ്റെയും ഉള്ളിലുള്ള വലിയ വെല്ലുവിളി. ഭാരതീയരാൽ എഴുതപ്പെട്ട ഈ കൃതികൾ, പ്രത്യേകിച്ചും രാമായണവും മഹാഭാരതവും, എഴുതിയത് രണ്ടും തിദിക്ഷ നേടിയ, ബ്രഹ്മജ്ഞാനം നേടിയ 2 മഹർഷിമാരായിരുന്നു. അവരെ സംബന്ധിച്ച് ഇത്തരം ആകുലതകളൊന്നും അവരെ ബാധിച്ചിരുന്നില്ല. അവർ മർത്യജീവിത ഗാഥ പറഞ്ഞത് നരജീവിതമായ വേദന എന്ന് ആശാൻ പറഞ്ഞല്ലോ ചിന്താവിഷ്ടയായ സീതയിൽ. ആ നരജീവിതമായ വേദന ആവിഷ്കരിക്കുന്നതിലൂടെ അതിൽ നിന്ന് അതിൻ്റെ മറുപുറത്തെത്തി നിർവികൽപ്പത്തിൽ എത്തിച്ചേരണം മനുഷ്യൻ എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അങ്ങനെയുള്ള ലക്ഷ്യമൊക്കെ മനുഷ്യർക്കുണ്ടാവുക, രചയിതാക്കൾക്കുണ്ടാവുക എന്നാൽ ഇപ്പോൾ ആലോചിച്ചാൽ എന്തൊരു വിഡ്ഢിത്തമാണ് ഈ മനുഷ്യൻ പറയുന്നത് എന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് വിചാരിക്കും. പക്ഷേ അങ്ങനെ വിചാരിക്കാൻ കഴിയുന്നവർ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഇതിഹാസങ്ങൾ തെളിയിക്കുന്നത്. ഈ ഇതിഹാസങ്ങൾ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ വിശിഷ്ടരായ മനുഷ്യരായി തീരണം എന്നാണ്. രാമായണം ശ്രദ്ധാപൂർവം വായിക്കുന്ന ഒരാൾ വിശിഷ്ടനായ മനുഷ്യനായി തീരും. അതാണ് അതിൻ്റെ ശരിയായ ഫലശ്രുതി. രാമായണം ശ്രദ്ധിച്ചു വായിക്കുന്ന സ്ത്രീയും പുരുഷനും, ഇനി ഇതര ലിംഗത്തിലുള്ളവരാണെങ്കിൽ അങ്ങനെയും പറയണമല്ലോ ഇപ്പോൾ, ആരായാലും അവരെ സംബന്ധിച്ച് അവരിലേക്ക് പ്രവേശിക്കുന്നത് ഈ ജീവിതത്തിൻ്റെ വലിയ സത്യങ്ങളാണ്. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സങ്കീർണതകളിൽ നിന്നും നമുക്ക് ഏതോ ഒരു തരത്തിൽ പുറത്തേക്ക് കടക്കാനൊരു വഴിയുണ്ട് എന്നാണ് നമുക്ക് ഈ ഇതിഹാസങ്ങൾ പറഞ്ഞു തരുന്നത്. അതുവഴി ജീവിതത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ അവസ്ഥ എന്ന് അവർ തീരുമാനിച്ചിരുന്ന, അവർ വിചാരിച്ചിരുന്ന, അവർക്ക് ബോധ്യമുണ്ടായിരുന്ന
നിർവികൽപ്പത്തിലേക്ക് കൂടി എത്തണം എന്നവർ വിചാരിച്ചു. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാത്ത, ഒരു കർമ്മത്തിനും പങ്കാളിയല്ലാത്ത, ഗുണവും മണവും യാതൊന്നുമില്ലാത്ത ഒരു അനാദി സത്തയുണ്ട് എന്നും ആ അനാദി സത്തയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെയും പ്രതിപ്രവർത്തനങ്ങളുടെയും ഫലമാണ് ജീവിതമെന്നും അവർ വിശ്വസിച്ചു. അല്ലയോ ദൈവമേ, എനിക്കെന്താണ് ഇങ്ങനെ വരുത്തിയത് എന്ന ചോദ്യം വേദാന്തം പഠിച്ചു കഴിഞ്ഞാൽ അപ്രത്യക്ഷമാവും. നിങ്ങൾ രാമായണവും മഹാഭാരതവും വായിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം അപ്രത്യക്ഷമാവും. ഒരിടത്തും ഒരു കേന്ദ്രീകൃതമായ ഒരു സ്ഥലത്തിരുന്നിട്ട് മനുഷ്യൻ്റെ ഭാഗധേയങ്ങളെ അങ്ങനെ ആരെങ്കിലും ഒരാൾ നിർണയിക്കുന്നില്ല എന്നും നമ്മളുടെ ഭാഗധേയം നമ്മളുടെ പ്രവൃത്തി കൊണ്ട്, നമ്മളുടെ ആദർശം കൊണ്ട്, നമ്മളുടെ നന്മ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടതാണ് എന്നും രാമായണവും മഹാഭാരതവും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ വിധാതാക്കൾ നിങ്ങളാണ് എന്ന്, നിങ്ങളെ നയിക്കുന്ന ആദർശങ്ങളാണ് നിങ്ങളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിക്കുന്നത് എന്ന്. കുട്ടിക്കൃഷ്ണന്മാരാർ പറഞ്ഞിട്ടുണ്ടല്ലോ, ദുര്യോധനനെന്നും സുയോധനനെന്നും ഒരാളുടെ തന്നെ പേരാണ് എന്ന്. അയാൾ നല്ല യുദ്ധം ചെയ്തിരുന്ന കാലവും ചീത്ത യുദ്ധം ചെയ്യുന്നൊരു കാലവും ഉണ്ട്. എല്ലാ മനുഷ്യരിലും അതുണ്ട് എന്ന് ഈ ഇതിഹാസം നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തന്മയീഭാവം ഉണ്ടാവണം. നമുക്ക് ഈ കഥാപാത്രങ്ങളോട് ചേരാൻ കഴിയണം. രാമനോട് ചേരാൻ കഴിയണം. ശ്രീരാമനോട് ചേരുന്ന അതേ ഗൗരവത്തിൽ രാവണനോട് ചേരാനും കഴിയണം. ആ കഥാപാത്രത്തിലേക്കും നമ്മൾ പ്രവേശിക്കണം. രാവണൻ നമ്മളെ തിന്മ പഠിപ്പിക്കുകയല്ല ആ സമയത്ത് ചെയ്യുക. നമ്മൾ രാവണൻ എന്ന കഥാപാത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളിലേക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ വിമലീകരിക്കപ്പെടുന്നത് എങ്ങനെ എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഇതിഹാസങ്ങൾ നമ്മളെ സംബന്ധിച്ച് മഹത്തായിട്ടുള്ള സാഹിത്യകൃതികളും മഹത്തായിട്ടുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങളുമാണ്. ആധ്യാത്മിക ഗ്രന്ഥം എന്നാൽ അത് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിച്ച് നമ്മളെ നിരന്തരം വിമലീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ മരണമില്ലാത്ത ഈ പുസ്തകങ്ങളെ കാണാനും പരിചയപ്പെടാനും അതിലൂടെ സഞ്ചരിക്കുവാനും അത് നിങ്ങളോട് പറയുവാനും കഴിഞ്ഞതിൻ്റെ ധന്യത രേഖപ്പെടുത്തുക കൂടി ചെയ്താണ് ഈ കർക്കടകം 32 പ്രഭാതം പൊട്ടിവിടരുന്നത്. നമസ്കാരം.